കാസർഗോഡ് കാഞ്ഞങ്ങാട് വാട്സപ്പ് ശബ്ദത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയെന്ന പരാതിയുമായി യുവതി. കല്ലുരാവി സ്വദേശിനിയാണ് ഭർത്താവിനെതിരെ പരാതി നൽകിയത്. വിദേശത്തുള്ള ഭർത്താവ് പിതാവിന്റെ ഫോണിൽ വിളിച്ച് 3 തവണ മൊഴി ചൊല്ലി എന്നാണ് പരാതിയിൽ പറയുന്നത്. ലോകത്താരോടെ കാനത്തൊന്നും കഴിക്കുന്നില്ല. കാനത്ത് കഴിച്ചെങ്കിൽ അതേപോലെ രീതിയിൽ നിൽക്കണോ? പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണോ? നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നില്ലേ? അല്ലേ? വേണ്ടെന്നില്ലെങ്കിൽ വേണ്ടെന്നില്ലേ? വേണ്ട. നിങ്ങളോട് തന്നെ പറയുന്നത്, നിങ്ങൾ ഉപ്പാടെ പറയുന്നത് തലാക്ക് 3 തലാക്ക് ഞാൻ ചൊല്ലി, എനിക്ക് നിങ്ങളെ മോള് വേണ്ട. ഓക്കെ, നിങ്ങളെ കാനത്ത് കഴിച്ചോണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ. ഭർത്താവ് അബ്ദുൾ റസാഖും കുടുംബവും സ്ത്രീധനം കുറഞ്ഞു എന്ന പേരിൽ പീഡിപ്പിച്ചുവെന്നും യുവതി പറഞ്ഞു. 18 വയസ്സിലാണ് യുവതിയുടെ വിവാഹം കഴിയുന്നത്. 2022 ഓഗസ്റ്റ് 8-നായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ഇതിനുശേഷം തുടർച്ചയായി പീഡനം ഏൽക്കേണ്ടി വന്നുവെന്ന് പെൺകുട്ടി പറയുന്നു. 50 പവൻ സ്വർണം സ്ത്രീധനമായി ചോദിച്ചിരുന്നു. എന്നാൽ 20 പവൻ സ്വർണം നൽകാനാണ് കഴിഞ്ഞത്. ഇതിനെ തുടർന്നാണ് പീഡനമെന്നാണ് പെൺകുട്ടി പറയുന്നത്. ഫോണിലേക്ക് ഞാൻ 3 തലാക്കും ചെല്ലി എന്നിട്ട് വാട്സപ്പ് വോയിസ് ഇട്ടതാണ്. ഉപ്പാൻ്റെ വോയിസ് ഇടുന്നതിന് മുന്നേ എൻ്റെയിലേക്ക് ഒരു 2 മെസ്സേജ് ഇട്ടിട്ടായിരുന്നു. ഞാൻ അറിയാതെ ഗൾഫിൽ പോവാൻ കീനിന് എനിക്ക് 2 വീക്സായി കോളും മെസ്സേജൊന്നും ഇല്ലാത്ത. അങ്ങനെ ഞാൻ ദുബൈയിലേക്ക് അറിയാതെ UAE പോവാൻ കീനിന്. അവിടുന്ന് അതറിഞ്ഞിട്ട് ഞാൻ പോകുന്നത് വേറെ ആൾ ഭർത്താവിന് ഫോൺ വിളിച്ചിട്ട് ആരോ ഭർത്താവിൻ്റെ പെങ്ങളും പിന്നെ എൻ്റെ പേരൻ്റെ അടുത്തുള്ള നൊഷീബ മൈമൂന എന്ന് പറഞ്ഞവരും ഗൂഢാലോചന ചെയ്തിട്ട് ഭർത്താവിനെ ഞാൻ ഗൾഫിൽ പോകുന്നത് അറിയിച്ചിട്ട് ആ സമയം തൊട്ട് ഫെബ്രുവരി 21-ാം ഭർത്താവ് എൻ്റെയിലേക്ക് അതുവരെ എന്നെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടായത്. അതിലേക്ക് മെസ്സേജ് ഇട്ടിട്ടായിരുന്നു, നിൻ്റെ കഥയെല്ലാം അറിയുന്നുണ്ട്, ഇനി നീ ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട, ഇങ്ങോട്ടേക്ക് നിന്നെ ഇനി എനിക്ക് വേണ്ട, നിൻ്റെ ഉപ്പാനോട് ഞാൻ പറഞ്ഞോളാം എന്നിട്ട് അങ്ങനെയാണ് ഉപ്പാൻ്റെ ഫോണിലേക്ക് വാട്സപ്പ് മെസ്സേജായിട്ട് അയക്കുന്നത്. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ പെങ്ങന്മാരും ഉമ്മാവും എന്നെ 2.5 വർഷത്തോളം എന്നെ ഇതാക്കിന്. ഭക്ഷണം തരാതെ റൂമിൽ അടച്ചിട്ടിന്. എനിക്ക് കഴിയാതായെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ റൂമിൽ അടച്ചിട്ടിരുന്നു. സ്വർണം കുറഞ്ഞതിൻ്റെ പേരിലാണ് അപമാനിച്ചത് ഭർത്താവിൻ്റെ ഉമ്മ. ഭക്ഷണം തരാതെ ജ്യൂസ് മെഷീന് പാത്രങ്ങൾ എടുത്തേക്കൽ റൂമിൻ്റെ ഉള്ളിൽ പട്ടിണി കിടത്തിയിട്ട്. ആ സമയത്ത് എൻ്റെ ഭർത്താവ് എനിക്ക് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സഹിച്ചിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിന്ന്. ഇപ്പോൾ 1 മാസത്തേക്കാണ് ഇങ്ങനെ ആയത്. അത് ഈ ഭർത്താവ് മൊഴി തൊലാക്ക് ചൊല്ലിയ പിന്നെയാണ് അതിൻ്റെ ബാക്കിൽ കളിച്ചവരെ പേരെല്ലാം അറിയുന്നത്. യാത്ര UAE ഞാൻ പോവാനും വേണ്ടിയിട്ട് കീഞ്ഞത്. ഭർത്താവിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോവാൻ കീഞ്ഞത് നേരാവും പറഞ്ഞിട്ട്. പക്ഷെ ഭർത്താവിൻ്റെ പെങ്ങളെ ഭർത്താവും അയൽവാസികളും കൂടിയിട്ട് അതില്ലാതാക്കിയത്. സ്ത്രീധനം ചോദിച്ചിട്ട് കുറഞ്ഞതിൻ്റെ പേരിൽ സ്ത്രീധനം ചോദിച്ചതിൻ്റെ പേരിലും അപമാനിച്ചിരുന്നു. ഉമ്മാനെയും ഉപ്പാനെയും ഉപദ്രവിച്ചു. 2.5 വർഷത്തോളം പല ദിവസങ്ങളിൽ ഭർത്താവിന്റെ വീട്ടിൽ പട്ടിണി അടക്കേണ്ടി വന്നു. ഭർത്തൃ വീട്ടുകാർ നിരന്തരം മർദ്ദിച്ചിരുന്നു. സ്വർണം കുറഞ്ഞു പോയെന്ന് പറഞ്ഞായിരുന്നു പീഡനം. മാനസികമായി പീഡിപ്പിച്ചുവെന്നും പെൺകുട്ടി പറഞ്ഞു. നിയമപരമായി പോരാടാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.